നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ എന്താണ് LDFന് തിരിച്ചടിയായത് എന്ന വിഷയത്തിലൊക്കെ ചർച്ച നടക്കുകയാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം പത്തനംതിട്ട CPM ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നിരുന്നു. യോഗത്തിൽ വിലയിരുത്തലുകളുണ്ടായി. വലിയ തിരിച്ചടി, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത്രയും കനത്ത ഒരു തിരിച്ചടി ഏറ്റു എന്നതിന് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വേണ്ട നടപടി സ്വീകരിക്കാത്തതാണ് എന്ന ഒരു സ്വരമാണ് ഉയർന്നത്. മുമ്പെങ്കും ഉണ്ടാകാത്ത വിധമുള്ള തിരഞ്ഞെടുപ്പ് തിരിച്ചടിക്ക് കാരണം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള തന്നെയെന്ന് CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ. മറിച്ചുള്ള സംസ്ഥാന നേതൃത്വത്തിന്റെ കണ്ടെത്തൽ തെറ്റാണ് എന്നും സെക്രട്ടേറിയറ്റിൽ അഭിപ്രായമുയർന്നു. സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ ജില്ലാ കമ്മിറ്റി അംഗമാണ് A. പത്മകുമാർ. പക്ഷേ അദ്ദേഹത്തിനെതിരെ ഒരു നടപടിയോ, പ്രത്യേകിച്ച് നമുക്കറിയാം രാഹുൽ മങ്കൂട്ടത്തിനെതിരെ ഒരു ആരോപണം ഉയർന്ന സമയത്ത് തന്നെ കോൺഗ്രസ് രാഹുൽ മങ്കൂട്ടത്തിനെ പുറത്താക്കി കൈ കഴുകിയിരുന്നു. എന്നാൽ അറസ്റ്റിലായിട്ട് പോലും ശബരിമല കൊള്ളക്കേസിലെ ഒരു പാർട്ടി പ്രവർത്തകനായ ഒരു വ്യക്തി അറസ്റ്റിലായിട്ട് പോലും ആൾക്കെതിരെ ഇതുവരെയും ഒരു നടപടിയോ തള്ളിക്കളയുന്ന സാഹചര്യമോ ഒന്നും ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് കുറ്റാരോപിതൻ മാത്രമാണ് എന്ന സംരക്ഷണ കവചം ഒരുക്കി പത്മകുമാറിനെ സംരക്ഷിക്കുന്ന സാഹചര്യമാണ് മുതിർന്ന നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്തിന് A. പത്മകുമാറിനെ പാർട്ടി ചുമക്കുന്നു എന്നതടക്കമുള്ള ചോദ്യങ്ങളാണ് ശക്തമായത്. നടപടി വെച്ച് താമസിപ്പിക്കും തോറും മറുപടി പറഞ്ഞു മടുക്കുമെന്നും അംഗങ്ങളുടെ വിമർശനം. N. വാസുവിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കിയത് ശരിയായില്ലെന്നും ചിലർ പറഞ്ഞു. ശബരിമല പാരഡി ഗാന വിവാദത്തിൽ പരാതി നൽകുന്നതിലും CPMന്റേത് അസാധാരണ നീക്കമാണ് എന്നാണ് വിലയിരുത്തൽ. അതായത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനൊക്കെ ഒരു സ്വാതന്ത്ര്യം നൽകുന്ന ഇടതുപക്ഷ സർക്കാർ എന്തുകൊണ്ട് ഇത്തരത്തിലൊരു പാർട്ടിനെതിരെ ഇത്തരത്തിൽ നടപടിയെടുക്കുന്നു എന്നതും ഒരു വിമർശന വിധേയമായി മാറിയിരിക്കുകയാണ്. കളക്ടർക്കും തിരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി കൊടുക്കാൻ പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചെങ്കിലും അത് നൽകുക പാർട്ടി ജില്ലാ നേതൃത്വമാകില്ല. പന്തളം ഏരിയ കമ്മിറ്റി അംഗം പ്രദീപ് വർമ്മയാണ് ഇതിനായി ചുമതലപ്പെടുത്തിയത്. പന്തളം രാജകുടുംബാംഗമാണ് പ്രദീപ് എന്നതുകൊണ്ടാണ് ഈ നടപടി. പത്മകുമാറിനെതിരെ എന്ത് നടപടി സ്വീകരിക്കണമെന്നത് സംബന്ധിച്ച് വെള്ളിയാഴ്ച നടക്കുന്ന ജില്ലാ കമ്മിറ്റിയിൽ അഭിപ്രായം ആരായി. ഇത് സംസ്ഥാന കമ്മിറ്റിയെ അറിയിക്കും. അവിടെയാണ് തീരുമാനമുണ്ടാകേണ്ടത്. കോഴഞ്ചേരി ഏരിയ സെക്രട്ടറിക്കെതിരെയും പാർട്ടി നേതൃത്വത്തിനെതിരെയും പരസ്യ പ്രതികരണം നടത്തിയ മുൻ MLA KC രാജഗോപാലിനോട് ജില്ലാ കമ്മിറ്റി വിശദീകരണം തേടും. അദ്ദേഹം മത്സരിച്ചത് തന്നെ ശരിയായില്ല എന്നും സെക്രട്ടേറിയറ്റിൽ അഭിപ്രായങ്ങൾ ഉയരുകയുണ്ടായി. എന്തായാലും കനത്ത വിമർശനം. എന്തുകൊണ്ട് പരാജയത്തിലേക്ക് നയിക്കപ്പെട്ടു എന്നതിന് ഒരു വിലയിരുത്തൽ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് തന്നെയാണ് വലിയ തിരിച്ചടിയായത് എന്ന ഒരു വിലയിരുത്തലാണ് പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഒരു തീരുമാനത്തിൽ അല്ലെങ്കിൽ ഒരു വിലയിരുത്തലിൽ എത്തിയിരിക്കുന്നത്. മാത്രമല്ല A. പത്മകുമാറിനെതിരെ സംഘടന നടപടി സ്വീകരിക്കേണ്ടിയിരുന്നു. മാത്രമല്ല അത് താമസിച്ചു, വൈകിയിരിക്കുന്നു എന്ന ഒരു വിലയിരുത്തലിലേക്കും കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. നടപടി എടുക്കാതിരുന്നത് എതിരാളികൾക്ക് ആയുധമായി. മാത്രമല്ല നടപടിക്ക് സംസ്ഥാന നേതൃത്വം തീരുമാനമെടുക്കണമെന്നും ജില്ലാ സെക്രട്ടേറിയറ്റിൽ വിമർശനം ശക്തമായി. മുൻ MLA KC രാജഗോപാലൻ പഞ്ചായത്തിൽ മത്സരിച്ചതിനെതിരെയും വിമർശനമുയർന്നു. മത്സരം പ്രാദേശിക വിഭാഗീയതയ്ക്ക് കാരണമായി എന്നതടക്കമുള്ള വിമർശനമാണ് ഉയർന്നത്. എന്തായാലും കനത്ത വിമർശനം തന്നെ ഈ വിഷയത്തിൽ ഉയരുകയുണ്ടായി. തീർച്ചയായിട്ടും ഈ വിമർശനങ്ങളൊക്കെ ചെന്ന് തറയ്ക്കുന്നത് പത്മകുമാർ കുറ്റാരോപിതൻ മാത്രമാണ്. കൂടുതൽ അന്വേഷണത്തിന് ശേഷം അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കും, അല്ലെങ്കിൽ കുറ്റം തെളിയുന്നത് വരെ ആൾക്കെതിരെ നടപടിയെടുക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ CPMലെ ഉന്നത നേതാക്കന്മാരുടെ നെഞ്ചത്ത് തറയ്ക്കുന്ന ഒരു വിമർശനമാണ് കഴിഞ്ഞ ദിവസം പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉയർന്നത്. അതേസമയം KCRന്റെ പരസ്യ വിമർശനങ്ങളിൽ ഇന്ന് ജില്ലാ കമ്മിറ്റിയിൽ ചർച്ച നടക്കും. മുൻ MLA KC രാജഗോപാലിന്റേത് അച്ചടക്ക ലംഘനമാണെന്നും പരസ്യ പ്രതികരണം നടത്തിയതിൽ വിശദീകരണം തേടുമെന്നും CPM മൂടുതാങ്ങികളുടെ പാർട്ടിയായി എന്നും മെഴുവേലി പഞ്ചായത്തിൽ തന്നെ കാലുവാരി തുടങ്ങിയവയായിരുന്നു മത്സരത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ. അതേസമയം നമുക്കിനി ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസുമായി ബന്ധപ്പെട്ടുള്ള മറ്റു വാർത്തകളിലേക്ക് കൂടി പോകാം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ S. ജയശ്രീക്ക് താൽക്കാലിക ആശ്വാസം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി S. ജയശ്രീക്കാണ് താൽക്കാലിക ആശ്വാസമായി മാറിയിരിക്കുന്നത്. ജയശ്രീയുടെ അറസ്റ്റ് സുപ്രീം കോടതി താൽക്കാലികമായി തടഞ്ഞു. അടുത്ത മാസം 8, 9 തീയതികളിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപിൽ ഹാജരാകണമെന്നും കോടതിയുടെ നിർദ്ദേശം. ജസ്റ്റിസ് ദീപാങ്കർ ദത്ത അധ്യക്ഷനായ ബെഞ്ചാണ് അപേക്ഷയിൽ തീരുമാനമെടുത്തത്. ഹർജിയിൽ സംസ്ഥാന സർക്കാരിന് കോടതി നോട്ടീസ് അയച്ചു. ആരോഗ്യ പ്രശ്നങ്ങൾ കണക്കിലെടുത്തായിരുന്നു നടപടി. അറ്റകുറ്റപ്പണികൾക്കായി സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണ പോറ്റിക്ക് കൈമാറാൻ 2019 ഉത്തരവിറക്കിയെന്നാണ് ജയശ്രീ പേരിലുള്ള ആരോപണം. കേസിലെ 4ാം പ്രതിയാണ് ജയശ്രീ.
അതേസമയം ഈ കേസുമായി ബന്ധപ്പെട്ട് രേഖകൾ ആവശ്യപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രംഗത്ത് വന്നിരുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് രേഖകൾ കിട്ടുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഇന്ന് വ്യക്തത വരും. ഇഡിയുടെ അപേക്ഷയിൽ കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് വിധി പറയും. കള്ളപ്പണ ഇടപാട് അന്വേഷിക്കുന്നതിനാണ് എഫ്ഐആറും റിമാൻഡ് റിപ്പോർട്ടും അടക്കമുള്ള രേഖകൾ ആവശ്യപ്പെട്ട് ഇഡി കോടതിയെ സമീപിച്ചത്. എന്നാൽ മുഴുവൻ രേഖകൾ കൈമാറുന്നതിൽ SIT എതിർപ്പ് അറിയിക്കുകയായിരുന്നു. കള്ളപ്പണ ഇടപാട് പരിശോധിക്കുന്നതിനാൽ എതിർപ്പില്ലെന്നും എന്നാൽ സമാന്തര അന്വേഷണം വേണ്ട എന്നുമാണ് SIT സ്വീകരിച്ചിരിക്കുന്നത് നിലപാട്. കൂടുതൽ പ്രതികളിലേക്ക് എത്തുന്നതിന് ഇത് തിരിച്ചടിയാകുമെന്നും SITക്ക് വേണ്ടി പ്രോസിക്യൂഷൻ വാദം മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ രേഖകൾ നൽകുന്നത് എങ്ങനെയാണ് SITയുടെ അന്വേഷണത്തെ ബാധിക്കുന്നത് എന്ന ഇഡിയുടെ ചോദ്യം അത് നിർണായകമായി ഈ കേസിൽ മാറുകയാണ്. ഹൈക്കോടതി അനുമതിയോടെയാണ് രേഖകൾ ആവശ്യപ്പെടുന്നതെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വാദിച്ചു. ഈ കേസുമായി ബന്ധപ്പെട്ട കേസിലെ പ്രതികളായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് N. വാസു, മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു എന്നിവരുടെ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി ഇന്ന് ഉത്തരവ് പറയും. ശ്രീകോവിലിന്റെ കട്ടിളപ്പാളിയിൽ പതിച്ചിരുന്ന സ്വർണ്ണപ്പാളികൾ ചെമ്പുപാളികളാണെന്ന് രേഖപ്പെടുത്തി അവ ഇളക്കി മാറ്റാൻ ശുപാർശ നൽകിയെന്നതാണ് N. വാസുവിനെതിരായ കേസ്. ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ മാറ്റിയ കേസിൽ 2ാം പ്രതിയും ശ്രീകോവിൽ കട്ടിളപ്പാളി കേസിൽ 6ാം പ്രതിയുമാണ് മുരാരി ബാബു. സ്വർണ്ണപ്പാളികൾക്ക് പകരം ചെമ്പുപാളികളെന്ന് തെറ്റായി രേഖപ്പെടുത്തി കവർച്ചയ്ക്ക് കളമൊരുക്കിയെന്നാണ് മുരാരി ബാബുവിനെതിരായ കേസ്. അതേസമയം കഴിഞ്ഞ ദിവസം പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് കൊല്ലം വിജിലൻസ് കോടതി മാറ്റിയിരുന്നു. കേസിൽ ആദ്യം അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റി കഴിഞ്ഞ ദിവസം ആദ്യമായിട്ട് ജാമ്യത്തിനുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നു. ദ്വാരപാലക ശില്പം കവർന്ന കേസിലായിരുന്നു പത്മകുമാറിന്റെ ജാമ്യ നീക്കം. കട്ടിളപ്പാളി കേസിൽ പത്മകുമാർ സമർപ്പിച്ച ജാമ്യ ഹർജി നേരത്തെ തള്ളിയതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ജാമ്യ ഹർജി പരിഗണിക്കുന്നത് മാറ്റിയിരിക്കുകയാണ്. അന്വേഷണം പുരോഗമിക്കുന്ന ഘട്ടത്തിൽ പ്രതികളിൽ ആർക്കും ജാമ്യം അനുവദിക്കില്ലെന്ന പ്രോസിക്യൂഷന്റെ വാദം കൂടി ഒരു വശത്ത് ശക്തമാകുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.